ശമ്പള പരിഷ്കരണ കുടിശ്ശിക ആവശ്യപ്പെട്ട് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് പ്രതിഷേധം തുടരുന്നതുകൊണ്ട് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി എന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചാണ് പ്രതിഷേധം. OP ബഹിഷ്കരണവും തുടരുകയാണ്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ, വിവരങ്ങൾ. സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം ഇന്നേക്ക് 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. OP ബഹിഷ്കരണം അടക്കമുള്ള സമര പരിപാടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യ ശസ്ത്രക്രിയകൾ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ആ തരത്തിലേക്ക് സമരം മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ OPയിൽ എത്തിച്ചേരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ OPയിലാണ് ഞാനുള്ളത്. രോഗികളുടെ എണ്ണം നന്നേ കുറവാണ്, വളരെ കുറവാണ് നമുക്ക് പറയാൻ കഴിയും. പ്രതിദിനം ഏതാണ്ട് ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും തന്നെ 100 കണക്കിന് ആളുകൾ, അതായത് ഒരു 500 മുതൽ 600 ആളുകളൊക്കെ ഈ ക്യൂവിൽ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ആളുകൾക്കൊക്കെ മനസ്സിലായിരിക്കുന്നു സീനിയർ ഡോക്ടർമാരുടെ സേവനം നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ വളരെ കുറച്ച് രോഗികളെ എത്തിച്ചേർന്നിട്ടുള്ളൂ. മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ മാത്രം ഈ ശസ്ത്രക്രിയകളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മാറ്റിവെക്കുന്നത്. അധ്യാപനം ബഹിഷ്കരിച്ചതോടെ ഈ ക്ലാസ്സുകളും ഇതോടെ തന്നെ മെഡിക്കൽ ക്ലാസ്സുകളും പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ജൂനിയർ ഡോക്ടർമാരുടെ സേവനം മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ ലഭ്യമാകൂ. നമുക്കറിയാം മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഒരുപാട് അധികം ആളുകൾ എത്തിച്ചേരുന്നത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അത് ഈ ദിവസങ്ങളിൽ ലഭ്യമാവില്ല. അപ്പോൾ അതും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ജൂനിയർ ഡോക്ടർമാർ, ഈ PG റെസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമാവുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയും കുറച്ച് അധികം ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. സാധാരണഗതിയിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് അധികം രോഗികൾ ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പം ഇന്നിപ്പോൾ ഈ ഡോക്ടർമാരുടെ സമരം നടക്കുന്ന അറിഞ്ഞിരുന്നു? അറിഞ്ഞില്ല. ഡോക്ടർമാരുടെ സമരം നടക്കുകയാണ്. ജൂനിയർ ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. ആ കാര്യം അറിഞ്ഞിട്ടില്ല? നിങ്ങൾ അറിഞ്ഞായിരുന്നു? സമരം നടക്കുന്നത് അറിയായിരുന്നു. പക്ഷെ നമ്മൾ മുമ്പ് കാണിച്ചതിനെ കൊണ്ട് ഇന്ന് വീണ്ടും OP കാണിക്കേണ്ട ആവശ്യം കൊണ്ടുള്ളതിനെ കൊണ്ട് വന്നതാണ്. ഇപ്പൊ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നല്ലേ നിങ്ങളൊരു ആവശ്യം? തീർച്ചയായിട്ടും ഇങ്ങനെ സമരം മുന്നോട്ടുണ്ട്. രോഗികളെ കണ്ടില്ല. ഇന്നേരം 2000 ആളുണ്ടാകുന്ന സ്ഥലത്ത് ഇപ്പോൾ 100 ആളായിട്ടുണ്ട്. അത്രയും ആൾക്കാർ കാണിക്കാൻ പറ്റും. ഇത് തന്നെ പറയാനുള്ളൂ, ഇങ്ങനെ തന്നെ പറയാനുള്ളൂ. ഇത് രോഗികൾ ഇവിടെ നിന്ന് വലിയല്ലേ, രോഗികൾ ഇത് ആശ്രയിച്ചാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടാൽ ശരിയാവില്ലല്ലോ. എത്ര എണ്ണത്തിനുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഇവിടുന്ന്, അതല്ലേ പ്രശ്നം. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ മികച്ച ചികിത്സ ലഭ്യമാകുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വകാര്യ ആശുപത്രികളൊക്കെ ഉണ്ടെന്നിരിക്കുകയും ഏറ്റവും മികച്ച ചികിത്സ നേടിക്കൊണ്ട് ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നത്. പക്ഷേ ഈ ഡോക്ടർമാരുടെ സമരം ഇങ്ങനെ തുടരുന്നതുകൊണ്ട് വലിയ രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. അവർക്ക് വളരെ തുച്ഛമായ സംഖ്യയിൽ വളരെ നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഡോക്ടർമാരുടെ സേവനം, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇല്ലാത്തത് വലിയ രീതിയിൽ ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യൂ കണ്ടാൽ തന്നെ അറിയാം വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. സാധാരണഗതിയിൽ 8 മണിക്ക് OP ആരംഭിക്കുന്നതിന് മുൻപ് വലിയ തിരക്ക് ഇവിടെ പ്രകടമാകാറുണ്ട്. ഏതായാലും അതിപ്പോൾ കാണുന്നില്ല. വളരെ കുറഞ്ഞ ക്യൂ മാത്രമേ ഉള്ളൂ. സ്ത്രീകളാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിച്ചേർന്ന ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു ഇത് ഇവിടെ ഇപ്പോൾ സമരം നടക്കുകയാണ്, KGMCTയുടെ സമരം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കുറച്ച് രോഗികളെ ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളൂ. അതേസമയം ഡോക്ടർമാർ ഉന്നയിക്കുന്ന വിഷയം വളരെ ജെന്യൂനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA കുടിശ്ശികയും ഉടൻ ലഭ്യമാക്കുക, ഡോക്ടർമാരുടെ ക്ഷാമം പരീക്ഷിക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കഴിഞ്ഞൊരു 10 വർഷത്തിന് ഇപ്പുറം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സർക്കാർ ആശുപത്രികളിൽ എത്തിച്ചേരുന്ന രോഗികളുടെ എണ്ണം വളരെയധികം ഉയർന്നിട്ടുണ്ട്. എന്നാൽ അതിന് ക്രമാനുഗതമായിട്ടുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ എണ്ണം വളരെ കുറവാണ്. ഇത് സംസ്ഥാന സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്, ആരോഗ്യമന്ത്രിനെ ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം കൂടുതൽ ആളുകൾ വിന്യസിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇതുവരെ കടന്നിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യമാണ് ഇപ്പോൾ KGMCTയെ മുന്നോട്ട് വെക്കുന്നതും അവർ ഉന്നയിക്കുന്നതും അതൊരു വിഷയമാക്കി കൊണ്ടുവരുന്നതും. എന്തായാലും ആ സമരം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളെ അത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. താങ്ക് യു നിഖിൽ പ്രമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.